വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സാരി പർച്ചേസ് ചെയ്യാൻ പോകുന്നൊരു വ്ളോഗാണ്. അപ്പോൾ എൻ്റെ വ്ളോഗിൽ വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു ഗൈസ്. അങ്ങനെ ഞങ്ങളൊരു ട്രാഫിക്കിൽ പെട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ചേട്ടൻ എന്നോട് ചോദിച്ചു SDCയുടെ ഫുൾ ഫോം എന്തുവാണ്. എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഇഹ ഡിസൈൻസിൽ നമ്മൾ വീണ്ടും എത്തി. എൻ്റെ ആദ്യത്തെ സാരിയും അവിടെ നിന്നായിരുന്നു, പിന്നെ എൻ്റെ പുടവയും അവിടെ നിന്നായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്നു. ഞാനൊരു റെഫറൻസ് പറഞ്ഞു. ആ ചേട്ടൻ അതൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ വീഡിയോഗ്രാഫറിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. വീഡിയോഗ്രാഫർ എൻ്റെ സാരിയെക്കാട്ടിലും കൂടുതൽ ആ കടയുടെ പരസ്യം ചെയ്യുന്നത് പോലെ വീഡിയോകൾ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ചുറ്റും കറക്കിയൊരു വീഡിയോഗ്രാഫിയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് ഓൾറെഡി എൻ്റെ സാരിയെ പറ്റിയിട്ടൊക്കെ നല്ല ഐഡിയ ഉണ്ട്, ഏത് വേണം ഇങ്ങനെ വേണം എന്നൊക്കെ. പിന്നെ ഞാൻ എൻ്റെ ഐഡിയ അവരടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അവരതനുസരിച്ചുള്ള കളേഴ്സ് മാത്രം സെലക്ട് ചെയ്താൽ മതി. എനിക്ക് പ്രത്യേകിച്ച് വേറെ പുതിയത് കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല. ഞാൻ മനസ്സിലൊരെണ്ണം കണ്ടുവച്ചു, അതെനിക്ക് കിട്ടണം എന്നുള്ളൊരിതിൽ തന്നെയാണ് ഞാൻ പോയത്. അപ്പം നമ്മൾ ഇത്രയും സാരീസൊക്കെ നമ്മൾ വളരെ കുറച്ച് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മളെല്ലാവരെയും പോലെ അവരെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഏതൊക്കെ കളറ് കോമ്പിനേഷനാണ്, എങ്ങനെ വേണം, എങ്ങനെ ബോർഡർ വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അതിൽ നിന്ന് നമ്മൾ ആദ്യമേ നമ്മൾ 2 സാരി സെലക്ട് ചെയ്തു. അതിൽ നിന്ന് ആദ്യം നമ്മളൊരു സാരി എടുത്തു. അതപ്പോൾ ഡ്രേപ്പ് ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി ഡ്രേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ എനിക്കുണ്ടല്ലോ ഇങ്ങനെ ഡ്രേപ്പ് ചെയ്യാനൊന്നും അറിയത്തില്ല. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ വെറുതെ നിൽക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നമ്മൾ ഡ്രേപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ ഓർക്കിയത് എനിക്ക് ചേരുമോ, ഇതാണോ ചേരുന്നത്, മറ്റേതാണോ ചേരുന്നത്, അതിടുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടെ ഭംഗി, അതെടുക്കണോ ഇതെടുക്കണോ, മൊത്തത്തിൽ കൺഫ്യൂഷനായിപ്പോയി എനിക്ക്. പിന്നെ ഞാൻ നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിന് കിട്ടി. അപ്പം പിന്നെ അതങ്ങ് എടുത്തു. അപ്പം നിങ്ങൾ പറയതിൽ ഏത് സാരി ആയിരിക്കും ഞാൻ ചൂസ് ചെയ്തിരിക്കുകയെന്ന്. അങ്ങനെ നമ്മൾ സാരി ഡ്രേപ്പിംഗ് കാണാൻ 2 ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെൻ്റെ സാരി ഡ്രേപ്പിംഗ് കാണുന്നു. ഞാനിങ്ങനെ പ്രതിമയ്ക്കൊക്കെ നമ്മൾ സാരി ഉടുപ്പിക്കുന്ന കണ്ടിട്ടില്ല, അതേപോലെ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നു. അവരെല്ലാം പ്ലീറ്റ്സൊക്കെ എടുത്ത് അവരിങ്ങനെ ഡ്രേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത് ഫുള്ള് ഡ്രേപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലല്ലേ നമുക്ക് അതിൻ്റെ ഭംഗിയൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ ഈ കല്യാണം നമ്മൾ ഉറപ്പിച്ചപ്പോൾ തൊട്ട് ഇൻസ്റ്റാഗ്രാം എല്ലാം നോക്കി എപ്പോഴും ഇൻസ്റ്റാഗ്രാം നോക്കും, ഓരോ റെഫറൻസ്. എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ഇതൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ സാരി, എൻ്റെ ഓർണമെൻറ്റ്സ്, എൻ്റെ ലുക്ക് എല്ലാം എനിക്ക് ഒരു യുണീക്ക് ആവണമെന്ന് എനിക്ക് വലിയ നിർബന്ധമുള്ള ഒരാളാണ്. അതിപ്പോഴൊന്നും അല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചറിയാം. എനിക്ക് പണ്ട് തൊട്ടേ ഞാനൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ആ ബ്രൈഡിൻ്റെ സാരി അതിലെന്തൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്ന മിസ്റ്റേക്കെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ ആരുടെ അടുത്തും പറയത്തില്ല, ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും. ശേഷം അവരങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായനെ എന്നൊക്കെ എനിക്കൊരു തോട്ടുണ്ട്. അപ്പം ഞാൻ അതനുസരിച്ച് ഞാൻ അത്രയൊക്കെ ചിന്തിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ കല്യാണത്തിന് ഞാൻ അതൊക്കെ തെറ്റൊക്കെ കൊണ്ടുവരാതെ നോക്കണമല്ലോ. തെറ്റൊന്നും കൊണ്ടുവരത്തില്ലെന്ന് തോന്നുന്നു. അപ്പം ആദ്യത്തെ നമ്മുടെ സാരി എന്നുള്ള എൻ്റെ ഇതിൽ ഒരു യുണീക്ക് ആയിരിക്കണമെന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ഐ തിങ്ക് അത് വർക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഡ്രേപ്പ് ചെയ്ത് മേളിലെല്ലാം ഡ്രേപ്പ് ചെയ്ത് വെച്ചു. അടുത്ത താഴത്തെ നമ്മൾ പ്ലീറ്റ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾക്ക് ഈ സാരിയാണോ അത് കഴിഞ്ഞ് വേറൊരു സാരി ഉടുപ്പിക്കുന്നുണ്ട് അതാണോ എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. പിന്നെ എൻ്റെ ഓർണമെൻറ്റ്സ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന ടൈപ്പ് ഓർണമെൻറ്റ്സാണ് ഇടുന്നത്. അപ്പോൾ അവർ തന്നെ അതിനിത് ചേരുമോ അങ്ങനെയൊക്കെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് കേട്ടോ ഈ സാരിയൊക്കെ സെലക്ട് ചെയ്തത്. ഏകദേശം സാരി ഡ്രേപ്പിംഗ് ഒക്കെ തീരാറായെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സാരി നമ്മൾ ശരിക്കും ടയേർഡായിപ്പോകും, നമ്മൾ അറിയത്തേയില്ല. നമ്മൾ പർച്ചേസിങ്ങിന് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമയം അങ്ങ് പൊയ്ക്കൊണ്ടേ ഇരിക്കും. ഞങ്ങൾ ഏകദേശം ഒരു 6 മണിക്ക് അവിടെ കയറിയിട്ട് 8 മണിയായത് ഞങ്ങൾ അറിഞ്ഞില്ല അത്രയ്ക്ക്. പക്ഷെ ഞങ്ങൾ വളരെ കുറച്ച് സമയമേ എടുത്തുള്ളൂ. ചെന്നു, സെലക്ട് ചെയ്തു, എടുത്തിറങ്ങുമായിരുന്നു. പക്ഷേ സമയം നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് സമയം പോവും. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉള്ളതുകൊണ്ട് അധികം സമയമൊന്നും എടുത്തില്ല. ഇത് തന്നെ മതി അല്ലെങ്കിൽ ഇങ്ങനത്തേതാണ് വേണ്ടതെന്ന് ചില ആൾക്കാർക്ക് അറിയത്തില്ല. അവർ
എന്താ അവർക്കൊരു ഐഡിയ കാണത്തില്ല. അവിടെ ചെന്നിട്ട് അവിടുന്ന് അതിലേതെങ്കിലും സെലക്ട് ചെയ്യാമെന്ന് പോകുമ്പോഴാണ് ഒരുപാട് സമയം എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സാരി ഉടുപ്പിച്ചപ്പം ഇതാണ് എൻ്റെ ഒരു സാരിയുടെ ലുക്ക്. ഇതാണോ എനിക്ക് ചേരുന്നത്, അടുത്ത വേറൊരു സാരി എടുത്തിട്ടുണ്ട്, അതാണോ എനിക്ക് ചേരുന്നത് എന്ന് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ ഗൈസ്. അപ്പം അതിന് ബ്ലൗസും കൂടെ വെച്ച് നോക്കണമല്ലോ, നമ്മൾ സാരി മാത്രം. വീഡിയോഗ്രാഫർ ഒട്ടും അങ്ങോട്ട് ശരിയായിട്ടില്ല. വീഡിയോഗ്രാഫറിൻ്റെ വീഡിയോ കൈവേദനിക്കുന്നു എന്ന് പറഞ്ഞ് പകുതി വീഡിയോസും ഇങ്ങനെയൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ പോട്ടെ, കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ എന്ന് കരുതി ഞാൻ വെറുതെ വിട്ടേക്കുക. അങ്ങനെ നമ്മുടെ സാരി ഇത്രയും അടിപൊളിയായിട്ട് ചേച്ചിമാർ ഉടുപ്പിച്ച് തന്നു. ചേച്ചിമാർ നല്ല ഭംഗിയായിട്ട് ഉടുപ്പിച്ചു. അപ്പം പിന്നെ പറഞ്ഞു ഇനി കല്യാണത്തിന് ഇനി അവർ ബ്യൂട്ടീഷ്യനൊക്കെ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡ്രേപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഭംഗി ഒന്നും കൂടെ കൂടുമെന്നൊക്കെ പറഞ്ഞ് ഈ സാരിക്ക് കുറച്ചും കൂടെ സാരി ഒന്ന് പുകഴ്ത്തി ചേച്ചിമാരങ്ങ് തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. അടുത്ത സാരി ഈ സാരിയാണ് അടുത്തെടുത്തത്. അപ്പം ഈ സാരിയും അത്യാവശ്യം സമയമെടുത്ത് തന്നെ ചേച്ചിമാർ ഉടുപ്പിച്ചു. നമ്മൾക്ക് എത്ര സാരി വേണമെങ്കിലും അവർ ഉടുപ്പിക്കാൻ ഭയങ്കര തയ്യാറാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഈ ഹാ ഡിസൈൻസിൽ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫൊന്നും അവരുടെ ഇഷ്ടം നമ്മളെ അടിച്ചേൽപ്പിക്കത്തില്ല. ചില കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കാണും, ഇന്ന സാരി എടുക്കണം, ഇന്ന ലുക്കായിരിക്കും എന്നൊക്കെ. അതുപോലെ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും അങ്ങനെ നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ കാണും. പക്ഷെ അവരെന്ത് ചെയ്യും, അവരുടെ ഒരു ഐഡിയാസ് നമ്മൾ അങ്ങനെ ചെയ്താൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സൂടെ അങ്ങ് മടുപ്പിക്കും. എനിക്ക് അങ്ങനെയുള്ളിടത്ത് നിന്ന് ഒരു സാധനം വാങ്ങുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ കല്യാണത്തിൻ്റെ എല്ലാ ലുക്കിൻ്റെയും ഇതൊക്കെ എൻ്റെ ലുക്ക് ഞാനൊരു മനസ്സിലൊരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലുക്കൊക്കെ ആകുമെന്നാണ് ആകും എന്നാണ് എൻ്റെ ഉറച്ച ഒരു വിശ്വാസം. ഇനിയിപ്പം നമ്മൾ സാരിയൊക്കെ ഉടുത്ത് വരുമ്പോഴല്ലേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പം എനിക്കാണെങ്കിൽ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ്, അല്ല ചെറിയ ഇല്ലെങ്കിൽ ഡിഫക്റ്റുകളോ അല്ലെങ്കിൽ ചെറിയ അതൊക്കെ പറയാം. അല്ലാതെ നമ്മളൊരിത് പറഞ്ഞ മോളെ അത് ശരിയാവത്തില്ല, അല്ല അത് കൊള്ളത്തില്ല അങ്ങനെ പറയാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കടയിൽ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ കാര്യം. അങ്ങനെ കുറച്ച് സ്റ്റാഫുകളാകട്ടോ ഇവർ ആദ്യത്തെ എൻ്റെ സാരി എടുക്കാൻ വന്നപ്പോഴും നല്ല സപ്പോർട്ടീവായിരുന്നു. കളർ സെലക്ട് ചെയ്യുമ്പോഴും ഞാൻ 2 സാരി എടുത്തതിൽ കുറച്ചും കൂടെ ഏതാ നല്ലത്, ഇത് എടുത്തപ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റായി അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കൊരു കോൺഫിഡൻ്റ് ഒക്കെ തന്ന് അങ്ങനെ നല്ല ഒരു ടീമായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതിനിടയ്ക്കാണെങ്കിൽ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഡ്രേപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും സാരി വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ തന്നെ വാശി പിടിച്ച് നിർബന്ധിച്ച് അന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. കാരണം ബ്ലൗസൊക്കെ തയ്ക്കാൻ കുറച്ച് സമയം എടുക്കത്തില്ലേ. അങ്ങനെ നമുക്ക് ബ്ലൗസ് ഡിസൈനിങ്ങിനും അതിനൊക്കെ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ വന്ന് സാരി എടുത്തായിരുന്നു. നമ്മൾ ഫാമിലി മാത്രമായിട്ട് വന്നാണ് സാരിയൊക്കെ എടുത്തത്. അപ്പോൾ ഏകദേശം ഡ്രേപ്പിംഗ് ഒക്കെ കഴിയാറായി. ആ ചേച്ചിമാരും മടുത്തു, ഞാനും മടുത്തു. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല ഈ കല്യാണം, ഈ സാരി ഉടുപ്പൊന്നും. സാരി എടുപ്പ് തന്നെ വലിയ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊന്ന് ഡ്രേപ്പ് ചെയ്ത് വരണമെങ്കിൽ തന്നെ നല്ല സമയം പിടിക്കും. അങ്ങനെ സാരി ഏകദേശം ഉടുത്ത് തീരാറായെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് എൻ്റെ കൂടെ വന്ന 2 ആൾക്കാർക്ക് ബോറടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം സാരി ഉടുത്ത് സെറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത്. സാരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫൈനൽ ലുക്ക് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പം ഈ സാരിയാണോ അതോ നമ്മൾ ഫസ്റ്റ് എടുത്ത സാരിയാണോ, ഇതിലേതാണ് ഞാൻ എടുത്തതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതിലേതാണ് എനിക്ക് നന്നായി ചേരുന്നതെന്ന് നിങ്ങൾ പറയണേ. എനിക്ക് 2 സാരി എടുക്കണമെന്നാണ്, പക്ഷേ 2 സാരി എടുക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഏതെങ്കിലും ഒരു സാരിയല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു എനിക്ക്. 2 സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല റെഡ് കളർ ആയതുകൊണ്ട് കുറച്ച് ബ്രൈറ്റായിട്ടിരിക്കും. അങ്ങനെ നമ്മളെ സാരിയുടെ ബ്ലൗസും കൂടെ വെച്ച് നോക്കുവാണെങ്കിൽ ബ്ലൗസും കൂടെ വെച്ചപ്പോഴാണ് ആ ബ്രൈറ്റ്നെസ് ശരിക്കും അറിഞ്ഞത്. നല്ല അടിപൊളി ലുക്കായിരുന്നു. അങ്ങനെ നമ്മൾ സാരി എടുത്തു നോക്കി, എന്നിട്ട് ചെറുതായിട്ട് ചിരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗോൾഡൻ സാരിയും കൂടെ ഒന്ന് നോക്കി കേട്ടോ. ഗോൾഡൻ എങ്ങനെയുണ്ട്
ഇങ്ങനെ നമ്മളെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ. അങ്ങനെ നമ്മൾ സാരിയെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ്